മൊഡ്യൂൾ 1 ആദ്യത്തെ ആ ഒരു പാർട്ട് കഴിഞ്ഞു, ഗ്രാഫ് ടെർമിനോളജി. അതിനകത്ത് പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ലെങ്ത് ഓഫ് എ പാത്ത് എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ലെങ്ത് ഓഫ് എ പാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈക്വൽ ടു ദി നമ്പർ ഓഫ് എഡ്ജസ് ആയിരിക്കും. അത് എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. അടുത്ത ടോപ്പിക്കാണ് ഗ്രാഫ് റെപ്രസെൻറ്റേഷൻ. ഒരു ഗ്രാഫിനെ നമുക്ക് രണ്ട് രീതിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ അഡ്ജസൻസി മെട്രിക്സ്, രണ്ടാമത്തത് അഡ്ജസൻസി ലിസ്റ്റ്. അഡ്ജസൻസി മെട്രിക്സ് വെച്ച് നമ്മളൊരു ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പം ഈ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ ആദ്യം ഏതൊരു ഗ്രാഫ് കിട്ടിയാലും ഇങ്ങനെ ഒരു മെട്രിക്സ് ആദ്യം എഴുതണം. എ ബി സി ഡി എ ബി സി ഡി അങ്ങനെ ഒരു മെട്രിക്സ് ആദ്യം ഫോം ചെയ്യണം. അത് n ബൈ n ഓർഡർ ആയിരിക്കും ഉണ്ടാവുക. n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് വെർട്ടീസസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് എ ടു ബിയിലേക്ക്, നമ്മൾ നോക്കുന്ന ഔട്ട് ഗോയിങ് ആണ് നോക്കുന്നത്. അപ്പോൾ എ ടു ബിയിലേക്ക് ഉണ്ട്, ഒരു എഡ്ജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ ബി എന്നുള്ളിടത്ത് 1, എ ബി അവിടെ 1 കൊടുക്കുന്നു. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ടു ഡിയിലുണ്ട്. സോ എ ഡിയിൽ 1. ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഈ ആദ്യം തന്നെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ഇടും. അത് ഒരിക്കലും എ ടു എ, ബി ടു ബി, സി ടു സി അല്ലെ ഡി ടു ഡി അങ്ങനെ ഒരു കണക്ഷൻ ഇല്ലാത്തിടത്തോളം നമ്മൾ അവിടെ 0 ആയിരിക്കും ഡയഗണൽ എലമെൻറ്റ്സിന് കൊടുക്കുക. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബി എന്ന് പറഞ്ഞ സെക്ഷൻ വെർട്ടെക്സ് എടുക്കുകയാണെങ്കിൽ ആ ബി ടു സി ഉണ്ടാവും. പിന്നെ ബി ടു വേറെ എങ്ങോട്ടേക്കും ഇല്ല. അതുകൊണ്ട് ബി ടു സിയിൽ മാത്രം, ബി സിയിൽ മാത്രം 1 കൊടുക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി എന്ന് പറഞ്ഞ വെർട്ടെക്സ് എടുക്കുമ്പോഴത്തേക്കും സിയിൽ നിന്ന് ആകപ്പാടെ കണക്ഷൻ പോകുന്ന എങ്ങോട്ടേക്കാണ്? ഡിയിലേക്ക് മാത്രമേ ഉള്ളൂ. സോ സി ടു ഡിയിൽ മാത്രം 1 കൊടുക്കും. പിന്നെ ഡിയിൽ നിന്ന് എങ്ങോട്ടേക്കും തന്നെ ഒന്നും പ്രത്യേകിച്ച് എഡ്ജസ് ഒന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിയിൽ ഒരിടത്തും നമ്മൾ എന്ത് കൊടുക്കുന്നില്ല? ഹൈ വാല്യൂ കൊടുക്കുന്നില്ല. എല്ലാത്തിടത്തും 0 തന്നെ കൊടുക്കുന്നു. അടുത്തത് ഒരു ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അടുത്തൊരു മെത്തേഡാണ് അഡ്ജസൻസി ലിസ്റ്റ്. നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഡയറക്റ്റഡ് എഡ്ജസ് ആണോ അൺഡയറക്റ്റഡ് എഡ്ജസ് ആണോ എന്നാണ് നോക്കുന്നത്. ഡയറക്റ്റഡ് എഡ്ജസ് ഉണ്ടെങ്കിൽ നമ്മൾ ഔട്ട് ഗോയിങ് ആയിരിക്കും നോക്കുക. ഇല്ല, അൺഡയറക്റ്റഡ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എ ടു ബിയും ബി ടു എയും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അഡ്ജസൻസി ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നോക്കുമ്പോഴത്തേക്കും 4 വെർട്ടെക്സ് ഇവിടെ ഉണ്ട്, എ ബി സി ഡി. അപ്പോൾ അതിനെ 4നെയും താഴേക്ക് എഴുതും, എ ബി സി ഡി എന്ന്. അത് കഴിഞ്ഞിട്ട് എ ടു ബി ഉണ്ട്. സോ എ ടു ബി കണക്ഷൻ ഉള്ളതാണ്. എയിൽ നിന്ന് ഏതൊക്കെ പോകുന്നു? എയിൽ നിന്ന് ബിയിലേക്കും ഉണ്ട്, ഡിയിലേക്കും ഉണ്ട്. അതാണ് ഇവിടെ ബിയിലേക്കും ഡിയിലേക്കും ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി എന്ന് നോക്കുമ്പോഴത്തേക്കും എയിലേക്കുണ്ട്, ഡിയിലേക്കുണ്ട്, സിയിലേക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും? എ, ഡി, സി അങ്ങനെ 3 എണ്ണം കൊടുത്തു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സി. വെർട്ടെക്സ് സി നോക്കുവാണെങ്കിൽ ബിയിലേക്കും ഡിയിലേക്കും കണക്ഷൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ബിയും ഡിയും മാത്രം കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തത് ഫൈനലി വരുന്നത് ഡി. ഡിയിലെന്ന് പറയുമ്പോഴത്തേക്കും എയിലേക്കും ഉണ്ട്, ബിയിലേക്കും ഉണ്ട്, സിയിലേക്കും ഉണ്ട്. അതുകൊണ്ട് എ ബി സി. പിന്നെ നോക്കുമ്പോൾ ഒരു ഡയറക്റ്റഡ് നേരെ ഡിയിലേക്കും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഔട്ട് ഗോയിങ് നോക്കുന്നതുകൊണ്ട്, ഡയറക്റ്റഡിൻ്റെ കേസിൽ നമ്മൾ എപ്പോഴും ഔട്ട് ഗോയിങ് ആയിരിക്കും നോക്കുക. അതുകൊണ്ട് ഡിയിലേക്ക് തന്നെ വരുന്നതുകൊണ്ട് നമ്മൾ അവിടെ ഡിയും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കും. ഈ ഒരു എക്സാമ്പിളിൽ ഞാൻ ഡയറക്റ്റഡ് എഡ്ജസും അൺഡയറക്റ്റഡ് എഡ്ജസും കൂടെ ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചതാണ്. ശരിക്കും നിങ്ങളോട് ചോദിക്കുക മിക്കവാറും ഒന്നില്ലെങ്കിൽ ഡയറക്റ്റഡ് എഡ്ജസ് ഉള്ള ഗ്രാഫായിരിക്കും തരാം, അത് മാത്രമുള്ളത്, അല്ലെങ്കിൽ അൺഡയറക്റ്റഡ് മാത്രമുള്ളതായിരിക്കും തരാം. അപ്പോൾ ഓർക്കുക, അൺഡയറക്റ്റഡ് ആണെങ്കിൽ നമ്മൾ എ ടു ബിയും ബി ടു എയും നമ്മൾ കൺസിഡർ ചെയ്യും. ഡയറക്റ്റഡ് ആണെങ്കിൽ ഇപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കാണ് മാത്രമാണ് ആരോ ഉണ്ടെങ്കിൽ നമ്മൾ എ ടു ബിയിൽ മാത്രമേ എടുക്കുള്ളൂ. എ എന്ന് പറയുന്ന വെർട്ടെക്സിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് മാത്രമേ അവിടെ ബി എടുക്കുള്ളൂ. ബി എന്ന് പറയുന്ന വെർട്ടെക്സിനെ കൺസിഡർ ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടേക്ക് എയിലേക്ക് ഒരു ഡയറക്റ്റഡ് ആരോ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ബീനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ എക്സാമ്പിളിലാണെങ്കിൽ സി മാത്രമേ അവിടെ എടുക്കുള്ളൂ. പിന്നെ ഇതിനകത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇതിൻ്റെ സ്പേസ് കോംപ്ലക്സിറ്റീനെ പറ്റിയിട്ടാണ്. സ്പേസ് കോംപ്ലക്സിറ്റി അഡ്ജസൻസി മെട്രിക്സിനാണെങ്കിൽ O ഓഫ് n സ്ക്വയറും അഡ്ജസൻസി ലിസ്റ്റിനാണെങ്കിൽ O ഓഫ് n പ്ലസ് 2e ആണ്. ഇവിടെ ഈ n പ്ലസ് 2e എന്നുള്ളതിൽ 2e റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ എഡ്ജുകളും 2 തവണ റിപ്പീറ്റ് ആകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ കാണിക്കുന്നത്? ഈ 2e വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് ഈ അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൻസ് ആയിട്ടുള്ള ഗ്രാഫുകൾക്കാണ് ബെറ്റർ എങ്കിൽ, അഡ്ജസൻസി ലിസ്റ്റ് സ്പാർസ് ആയിട്ടുള്ള ഗ്രാഫുകൾക്കായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരിക.